ഇപ്പോൾ ടി.എം. തോമസ് ഐസക് സംസാരിക്കുന്നു തത്സമയം. ചില മാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന ആക്ഷേപം അസംബന്ധമാണ്, ഒരടിസ്ഥാനവും ഇല്ലാത്തതാണ്. ഇത് ഉന്നയിച്ചിരിക്കുന്ന വ്യക്തി ആരോപണം പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ സിവിലായും ക്രിമിനലായും അയാൾക്കെതിരായിട്ടുള്ള കോടതി നടപടികൾ സ്വീകരിക്കും. ഏതായാലും മാധ്യമപ്രവർത്തകരായ നിങ്ങൾ ഇങ്ങനെ ഒരാൾ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പശ്ചാത്തലമൊക്കെ അന്വേഷിക്കുന്നത് നന്നായിരുന്നു. അപ്പൊ അദ്ദേഹം ആക്ഷേപം ഉന്നയിച്ചിരിക്കുക, ആരോപണം. പക്ഷെ ആരോപണമല്ല, 3 കോടതി വിധികളുണ്ട് ഈ മാന്യനെ സംബന്ധിച്ച്. ഞാൻ എന്റെ ഉള്ളടക്കത്തിലേക്ക് പോകുന്നില്ല. പക്ഷേ അതും കൂടി ഇന്ന് വായിച്ച് എന്താണെന്ന് പറയുന്നത് മാധ്യമപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കാണണം. ഈ വിവാദ കത്തെന്ന് പറയുന്നത് എന്തോ ചോർന്ന് കിട്ടിയെന്ന് പറഞ്ഞു കിടക്കുക. ഈ ആരോപണം ഉന്നയിച്ച ആള് തന്നെ മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലിട്ട കാര്യമല്ലത്. അത് പിന്നെ എങ്ങനെ ചോരുന്നത്? പബ്ലിക് ഡൊമൈനിലേക്ക് ആരോപണം ഉന്നയിച്ച ആള് തന്നെ ഇട്ട്, അങ്ങനെ ലഭ്യമായ സാധനം ഇത്രയും മാസം കഴിഞ്ഞിട്ട് ഇന്നെടുത്ത് വിവാദമാക്കി ഇങ്ങനെ എന്റെ തന്നെ അഭിപ്രായമൊക്കെ ചോദിച്ചു വരണമെങ്കിൽ അത് വലിയൊരു ചിന്ത എന്റെ പുറകിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് തികച്ചും അടിസ്ഥാനരഹിതമാണ്. പിൻവലിച്ചും മാപ്പ് പറഞ്ഞില്ലെങ്കിൽ കർശനമായ നടപടി സ്വീകരിക്കും. പിന്നെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. എത്ര പേര് ഈ ഒന്നാ ആദരിച്ചത്? ഈ ജപ്തി ചെയ്യാൻ പോണ് ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞ ആര് വന്നാലും സഹായിക്കാനും നോക്കാറുള്ളൂ. അതാ പതിവ്. വേറെ എന്തെങ്കിലും പ്രത്യേകത കൊടുക്കാനല്ല പറഞ്ഞിട്ടുള്ളത്. മറിച്ച് അവര് സെറ്റിൽമെന്റിന് തയ്യാറാണ്. അതിന് സമയം കൊടുത്ത് ജപ്തി ഒഴിവാക്കണം. ബാങ്ക് കേട്ടു, ഫെഡറൽ ബാങ്ക് അത് ചെയ്യണ്ടേ? അത് ഇവരെന്നല്ല, ആര് വന്നാലും അത് തന്നെ ചെയ്യുക. പിന്നെ ആര് സംശയില്ല. ഇത് മാത്രമല്ലെന്ന്, ഇവിടെ ആര് ഇത്തരത്തിൽ സഹായം അഭ്യർത്ഥിച്ചു വന്നാലും അവരെ സഹായിക്കുന്ന ഒരു സമീപനം കൈക്കൊണ്ടിട്ടുള്ളത്. അല്ലാതെ ജപ്തി ചെയ്ത് കൊണ്ടുപോയിക്കോട്ടെ എന്നുള്ളതല്ല. അതിലെന്താ തെറ്റ്? ഇത് പെട്ടെന്ന് ഇങ്ങനെ വരാനുണ്ടായ ഒരു സാഹചര്യം എന്തായിരിക്കും? ഇത്ര ചൂടേറിയ ചർച്ചയും കാര്യങ്ങളൊക്കെ വരാൻ അത് നിങ്ങള് മാധ്യമപ്രവർത്തകർ, ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ഒക്കെ ഉള്ളതല്ലേ അന്വേഷിക്കുന്നത്. ഇത്തരത്തിൽ 3 കോടതി വിധി എതിരായിട്ട് മേടിച്ചിട്ടുള്ള ഒരു വ്യക്തി മാസങ്ങൾക്ക് മുമ്പ് എഴുതിയ കത്ത്, അത് അദ്ദേഹം തന്നെ പബ്ലിക് ഡൊമൈനിലിട്ടത് ഇന്നിപ്പോ PB ചോർന്നു, അവിടെ തർക്കം എന്നൊക്കെ പറഞ്ഞ് വാർത്തയാക്കി പേജുകൾ നീക്കി വെക്കുന്നതിന്റെ പിന്നിലെന്തെന്ന് നിങ്ങൾ കണ്ടുപിടിക്കും. എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് വേറെ പണിയുണ്ട് ഇതിന്റെ പുറകെ. പിന്നെ അറിയാലോ എന്ത്. അത് തന്നെ ആ കത്തിനെ കുറിച്ചാ പറഞ്ഞത്. കത്ത് വിവാദം പൂർണ്ണമായി തള്ളുകയാണ് മുൻ ധനമന്ത്രി ടി.എം. തോമസ് ഐസക്. ഇത് നേരത്തെ തന്നെ പുറത്തു വന്ന കത്താണ്, അതുകൊണ്ട് അതൊരു രഹസ്യരേഖയൊന്നുമല്ല. അസംബന്ധം എന്നുള്ള M.V. ഗോവിന്ദൻ്റെ അതേ വാക്ക് തന്നെയാണ് തോമസ് ഐസക്കും ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്നത്. പരാതിക്കാരൻ ആരോപണങ്ങൾ പിൻവലിക്കണം, അല്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്നുള്ള കാര്യം കൂടി തോമസ് ഐസക് സൂചിപ്പിക്കുന്നുണ്ട്.